ഓം നമോ ഭഗവതേ വാസുദേവായ. നമസ്കാരം. കളരി സ്പന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അപർണ മോഹൻ. ശ്രീമദ് ഭഗവത്ഗീതയുടെ കഴിഞ്ഞ ലക്കത്തിൽ 6-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ 4 ശ്ലോകങ്ങൾ നാം കണ്ടുകഴിഞ്ഞു. ഇനി ശ്ലോകം 5. ഉദ്ധരേദാത്മനാത്മാനം നാത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. അന്വയം: ആത്മാനം ആത്മന ഉദ്ധരേത്. ആത്മാവിനെ ആത്മാവിനാൽ ഉദ്ധരിക്കണം. ആത്മാനം ന അവസാദയേത്. ആത്മാവിനെ അധപ്പതിപ്പിക്കരുത്. ഹി ആത്മനഃ ബന്ധുഹു ആത്മാ ഏവ. എന്തെന്നാൽ ആത്മാവിൻ്റെ ബന്ധു ആത്മാവ് തന്നെയാണ്. ആത്മനഃ രിപു ആത്മാ ഏവ. ആത്മാവിൻ്റെ ശത്രുവും ആത്മാവ് തന്നെ. അതായത് ആത്മാവിനെ ആത്മാവിനാൽ ഉയർത്തണം. ആത്മാവിനെ അധപ്പതിപ്പിക്കരുത്. എന്തെന്നാൽ തൻ്റെ ബന്ധു താൻ തന്നെയാണ്. തൻ്റെ ശത്രുവും താൻ തന്നെ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, തൻ്റെ ആത്മീയോന്നതിക്കുള്ള യത്നം താൻ തന്നെ ചെയ്യേണ്ടതാണ്. മാർഗനിർദ്ദേശം മാത്രമേ ഗുരുവിൽ നിന്നുണ്ടാകൂ. തനിക്ക് ബന്ധുവും ശത്രുവും താൻ തന്നെയാണ്. ഭഗവത്ഗീതയിലെ വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ശ്ലോകമാണ് ഇത്. ലളിതമായി പറഞ്ഞാൽ, ഒരുവൻ്റെ പ്രവൃത്തികളുടെ ഉത്തരവാദിത്വം അവന് തന്നെയാണ്. അവനെ ഉയർച്ചയിലേക്ക് നയിക്കേണ്ടത് അവൻ തന്നെയാണ് എന്ന് മാത്രമല്ല, അവനെ അബദ്ധങ്ങളിൽ പെടുത്താതിരിക്കേണ്ടതും അവൻ തന്നെയാണ്. സത്യത്തിൽ ഗുരു വെറും വഴികാട്ടി മാത്രമാണ്. ഇവിടെ നമുക്കു നാമേ പണിവതു നാഗം നരകവും അതുപോലെ എന്ന കവിവാക്യം ഓർക്കുമല്ലോ. ഇനി ശ്ലോകം 6. ബന്ധുരാത്മാത്മനസ്തസ്യ യേനാത്മൈവാത്മനാ ജിത അനാത്മനസ്തു ശത്രുത്വേ വർത്തേതാത്മൈവ ശത്രുവത്. അന്വയം: യേന ആത്മന ഏവ ആത്മാ ജിതഃ തസ്യ ആത്മനഃ ആത്മാ ബന്ധു. യാതൊരു ആത്മാവിനാൽ തന്നെ ആത്മാവ് ജയിക്കപ്പെട്ടിരിക്കുന്നുവോ അവൻ്റെ ആത്മാവിന് ആത്മാവ് ബന്ധുവാണ്. തു അനാത്മനഃ ആത്മാ ഏവ ശത്രുത്വേ ശത്രുവത് വർത്തതേ. എന്നാൽ ആത്മാവിനെ ജയിക്കാത്തവന് ആത്മാവ് തന്നെ ശത്രുഭാവത്തിൽ ശത്രുവിനെ പോലെ വർത്തിക്കുന്നു. അതായത് യാതൊരുവൻ ആത്മനിയന്ത്രണത്താൽ ആത്മാവിൻ്റെ ജയം നേടിയിരിക്കുന്നുവോ അവന് ആത്മാവ് ബന്ധുവാകുന്നു. എന്നാൽ സ്വന്തം മനസ്സിനെ കീഴടക്കാൻ കഴിയാത്തവനാകട്ടെ ശത്രുഭാവത്തിൽ വർത്തിക്കുന്ന തൻ്റെ ആത്മാവ് തന്നെയാണ് ശത്രു. ആത്മാവെന്ന പദം പരമാത്മാവ്, ജീവാത്മാവ്, മനസ്സ്, താൻ, ശരീരം, ബുദ്ധി, ബ്രഹ്മം ഇങ്ങനെ പല അർത്ഥങ്ങളിൽ പ്രയോഗിക്കാറുണ്ടെന്ന് ഓർമ്മിക്കുമല്ലോ. വിവേകബുദ്ധിയാൽ ഇന്ദ്രിയ മനസ്സുകളെ കീഴടക്കിയവന് ബന്ധു അവൻ തന്നെ. ആ ജയം നേടാത്തവന് ശത്രുവും അവൻ തന്നെ എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ശ്ലോകം 7. ജിതാത്മന പ്രശാന്തസ്യ പരമാത്മാ സമാഹിത ശീതോഷ്ണസുഖദുഃഖേഷു തഥാ മാനാവമാനയോഃ. അന്വയം: ജിതാത്മനഃ പ്രശാന്തസ്യ ശീതോഷ്ണസുഖദുഃഖേഷു തഥാ മാനാവമാനയോഃ പരമാത്മാ സമാഹിതഃ. മനസ്സിനെ ജയിച്ച് പ്രശാന്തനായവന്
ശീതോഷ്ണങ്ങളിലും സുഖദുഃഖങ്ങളിലും അപ്രകാരം തന്നെ മാനാപമാനങ്ങളിലും അന്തരാത്മാവ് സമഭാവത്തിൽ വർത്തിക്കുന്നു. അതായത് മനസ്സിനെ ജയിച്ച് ശാന്തി അനുഭവിക്കുന്ന യോഗിക്ക് തണുപ്പ്, ചൂട്, സുഖം, ദുഃഖം എന്നിവയിലും അതുപോലെ മാനം, അവമാനം എന്നിവയിലും സമഭാവത്തിൽ വർത്തിക്കുന്ന അന്തരാത്മാവാണ് ഉണ്ടായിരിക്കുക. ശ്ലോകം 8. ജ്ഞാനവിജ്ഞാനതൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയ യുക്ത ഇത്യുച്യതേ യോഗി സമലോഷ്ടാശ്മകാഞ്ചന. അന്വയം: ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ, ജ്ഞാനം കൊണ്ടും വിശേഷജ്ഞാനം കൊണ്ടും സംതൃപ്തനും, കൂടസ്ഥഃ വിജിതേന്ദ്രിയ, ഇളക്കമില്ലാത്തവനും ഇന്ദ്രിയജയം നേടിയവനും, സമലോഷ്ടാശ്മ കാഞ്ചനഃ, മൺകട്ടയെയും കല്ലിനെയും സ്വർണത്തെയും സമമായി കാണുന്നവനുമായ യോഗി യുക്തഃ ഇതി ഉച്യത്തെ, യോഗി യുക്തനെന്ന്, അതായത് യോഗാരൂഢനെന്ന് പറയപ്പെടുന്നു. അതായത് ശാസ്ത്രജ്ഞാനം കൊണ്ടും അപരോക്ഷാനുഭവം കൊണ്ടും തൃപ്തനും നിശ്ചലനും ഇന്ദ്രിയങ്ങളെ കീഴടക്കിയവനും മൺകട്ടയും കല്ലും സ്വർണവും തുല്യമായി കരുതുന്നവനുമായ യോഗി യോഗാരൂഢൻ എന്ന് പറയപ്പെടുന്നു. സാധാരണ മനുഷ്യനും യോഗിയും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. സാധാരണ മനുഷ്യൻ തൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെ അനേകം വിഷയങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെട്ട് അശാന്തനാവുമ്പോൾ യോഗി ഇന്ദ്രിയങ്ങളെ അടക്കി അതുവഴി വിഷയങ്ങളിൽ നിന്ന് വിരമിച്ച് ശാന്തനായി യോഗാവസ്ഥയിൽ എത്തിച്ചേരുന്നു. ഈ ജ്ഞാനത്തെ പ്രയോഗത്തിൽ വരുത്തുമ്പോൾ അവൻ വിജ്ഞാനിയായിത്തീരുന്നു. യോഗി എപ്പോഴും സംതൃപ്തനും അതുകൊണ്ട് തന്നെ ആനന്ദത്തിൽ രമിക്കുന്നവനുമാണ്. ഇന്ദ്രിയ നിഗ്രഹം ധ്യാനയോഗത്തിൻ്റെ താക്കോൽ തന്നെയാണ്. അതിനെക്കുറിച്ച് ഭഗവാൻ കൂടുതൽ വിവരിക്കുന്നത് തുടർന്നുള്ള ലക്കങ്ങളിൽ കേൾക്കാം. ഇതി ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം.